113 ബദരീങ്ങളെ സംബന്ധിച്ച് മഹാനായ മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെടുത്തിയ ഒരു പാട്ട്. ആ പാട്ടും ഇവിടെ വിവാദമാക്കിയവർ AP സുന്നികളാണ് എന്നതാണ് വലിയ ഏറ്റവും അപകടകരമായ ഒരവസ്ഥ. എന്ത് ഔലിയാക്കളെ മദ്ഹ് പറഞ്ഞാലും ഇവരാണ് ഇപ്പോൾ എതിർത്ത് വരിക. എതിർത്ത് വന്നപ്പോൾ പേരോടാണ് ആദ്യം തുടങ്ങിയത്. പേരോട് തുടങ്ങിയപ്പോൾ സിംഗിളികളൊക്കെ ഏറ്റുപിടിച്ച് ഔലിയാക്കളെയും മശായിഖന്മാരെയൊക്കെ മാല പാടുന്ന ചില മുസ്ലിയാക്കന്മാർ തന്നെ ഉണ്ട്. പേരോട് പറഞ്ഞാൽ പിന്നെ ഓല ഏറ്റുപിടിക്കുമല്ലോ. ഈ തെന്നലക്കാരൻ ഒരു സഖാഫിനുണ്ട്, അയാൾ ആ വിഷയം പറയുന്ന ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. ഒരു ചങ്ങായി പാടി നിങ്ങൾ കേട്ടില്ലേ? 313 ബദരീങ്ങൾക്ക് എല്ലാവർക്കും മതിയല്ലോ ഞാൻ ഒറ്റക്ക്. കേട്ടിട്ടില്ലേ? അൽഹംദുലില്ലാഹ്, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ബഹുമാനപ്പെട്ട CM വലിയുള്ള പറഞ്ഞതാന്നും പറഞ്ഞ് CM വലിയുള്ളതിനെ പറ്റി പറയാണ്. എന്ത് 313 ബദരീങ്ങളെക്കാളും മേലെയാണ് ഞാൻ എന്ന് ആര് പറഞ്ഞു? അങ്ങനെ മേലാകണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? നോക്കൂ നിങ്ങൾ, ഇതൊക്കെ തനിച്ച വഹാബിന്റെ ശൈലി. ഇവലൊക്കെ എന്തിനാ ഈ മാലയും മൗലിദൊക്കെ ഓതിയിട്ട് ഇങ്ങനെ വഹാബി പറഞ്ഞ അതേ രൂപത്തിൽ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത. ആ പാട്ടന്നെ അയാൾ മാറ്റി. ആ ഒന്നുകൂടി ആ വെച്ച ക്ലിപ്പ് ഒന്നുകൂടി ആ പാട്ടൊന്ന് എന്താ പാടുന്ന നോക്കിയോളി. വലിയ ആള് ഒരു ചങ്ങായി പാടി നിങ്ങൾ കേട്ടില്ലേ? 313 ബദരീങ്ങൾക്ക് എല്ലാവർക്കും മതിയല്ലോ ഞാൻ ഒറ്റക്ക്. അയാൾ മാറ്റി. അയാളെന്താക്കി? 313 ബദരീങ്ങൾക്ക് എല്ലാവർക്കും മതിയല്ലോ ഞാൻ ഒറ്റക്ക് എന്നാക്കി. യഥാർത്ഥത്തിൽ ആ പാട്ട് എങ്ങനെ ഉള്ളത്? അത് വാളക്കുളം വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ പാട്ടുകാരൻ്റെ അതേ ഭാഷയിൽ. അതൊന്ന് വെച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവും. 13 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. അതാണ് ഇപ്പൊ പാട്ടിന്റെ അസില്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. അതാണ് പാട്ട്. ഇയാൾ വിമർശിക്കാൻ വേണ്ടി എല്ലാവർക്കും മതിയല്ലോ ഞാൻ ഒറ്റക്ക് എന്നാക്കി. എന്നിട്ട് ഇയാളൊരു വിശദീകരണവും 313 ബദരീങ്ങളിൽ മേലെയാണ് മടവൂര് എന്നാ പറഞ്ഞത്. അതെങ്ങനെ ശരിയാകുക? എന്തിനാ അടങ്ങാറായിട്ട് ഓരോ പാട്ടിനെ വിമർശിക്കാൻ പോണ്? അതിൽ പറഞ്ഞ ആശയം മാലയിലുള്ളതല്ലേ? അതിൽ വ്യക്തമായി പറഞ്ഞില്ലേ? എന്തിനാ ഔസുൽ ആലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ? നമ്മൾ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യമെന്താ? ഭൂമിതലത്തിൽ ഞാൻ വേദാംബർ തമ്മുടെ ആള് ഞാനെന്നോവർ. ഈ ഭൂമിയിൽ ഞാൻ വന്നത് ആരുടെ പകരമാണ്? വേദാംബർ മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലിന് പകരം വന്നതാണ് എന്ന് പറഞ്ഞാൽ റസൂലിന്റെ മുകളിലാണ് അതിന്റെ അർത്ഥം അല്ല. ഞാൻ അള്ളാന്റെ റസൂലിന്റെ ഖലീഫയായി വന്നാണ്. നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് പറയാനുള്ള വിഷയം എന്നോട് പറയാം. അഥവാ മടവൂർ ശൈഖുന പറയുന്നത് എന്ത്? ഞാൻ ബദരീങ്ങളുടെയും അവരുടെ ഒക്കെ പകരം വന്ന ആളാണ്. അവരോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ മതി എന്നാണല്ലോ പറയുന്നതന്നെ. അതിലൊക്കെ എന്താ ഉള്ളത്? നമ്മൾ സാധാരണ പറയുന്നതല്ലേ. യഹ്യയിൽ കാണാ അബൂ തുറാബുൻ നഖ്ശബി റളിയല്ലാഹു അൻഹു തന്റെ മുരീദിനോട് പറയുന്നത്, പോയി അബൂ യസീദുൽ ബിസ്താമി തങ്ങളെ കണ്ടുവാ. അപ്പൊ മുരീദ് പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ അള്ളാഹിനോട് തന്നെ ഡയറക്റ്റ് ബന്ധമുള്ള ആളാണ്. അപ്പൊ അബൂ തുറാബുൻ നഖ്ശബി തങ്ങൾ വലിയ മഹാനാ. അവർ പറയുന്നുണ്ട് മുരീദിനോട്, നീ അള്ളാഹിനെ 70 തവണ കാണുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അതിന്റെ ലഫ്ദ് കണ്ടില്ല നിങ്ങള്? ഒറ്റ ലൗ റഅയ്ത അബാ യസീദ് മറത്തൻ വാഹിദ കാന അൻഫഉ ലക മിൻ അൻ തറല്ലാഹ 70 മറ. അള്ളാഹിനെ 70 തവണ കാണുന്നതിനേക്കാൾ അനക്ക് നല്ലത് അബൂ യസീദ് തങ്ങളെ 1 തവണ കാണുന്നതാണ്. കാരണം ഇയാണ് കാണുന്നത്, എനിക്ക് അള്ളാഹിനെ കാണാൻ കഴിയില്ല. അത് വെറുതെ വിചാരിക്കുകയാണ്. എന്നാൽ അള്ളാഹുമായി റൂഹ് മുഖേന കാണുന്ന ആളാണ്, കൽബ് കൊണ്ട് കാണുന്ന ആളാണ് ആര്? അബൂ യസീദ് തങ്ങൾ. അപ്പൊ അബൂ യസീദ് റളിയല്ലാഹുവിനെ കാണലാണ് അനക്ക് നല്ലത്. ആ പറയുന്നത് മനസ്സിലാക്കണ്ടേ? അത് അവരുടേതായ പ്രത്യേകമായ അവസ്ഥയിൽ പറയുന്നതാണ്. അന കുൻതു മഅനൂഹിൻ ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ ഞാനാ നിയന്ത്രിച്ചിരുന്നത്, ഞാൻ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ലേ? അതിന്റെ അർത്ഥം വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്തവരല്ലേ നമ്മള്? അപ്പൊ എവിടെ നിന്നാണ് ഇവരൊക്കെ എഴുന്നേറ്റ് വരുന്നത്? മഹാന്മാരായ ഔലിയാക്കന്മാർ പറഞ്ഞു എന്ന് ഒരു വിഷയം ഇവിടെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? അതാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അദ്കിയായിൽ പച്ചയായി പറഞ്ഞു തന്നത്. വജ്ജിഹ് കലാമൽ ഖൗമി ഗൈറ മുഖത്തിഇ. ഒരു മഹാൻ പറഞ്ഞു, ഒരു വലിയ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ശൈഖ് പറഞ്ഞു എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യണം? തെറ്റാണത് എന്ന് പറയാൻ പാടില്ല. പിന്നെ അതിന് നല്ല വ്യാഖ്യാനങ്ങൾ കൊടുക്കണം. ഇതാണ് ഉലമാഇന്റെ ജോലി. അതാണ് മുഹിയുദ്ദീൻ മാല തെറ്റാണെന്ന് KM മൗലവിയും അലവി മൗലവിയും ഒക്കെ വാദിച്ചപ്പോ അത് ശരിയാണെന്ന് മഹാനരായ ശംസുൽ ഉലമ EK ഉസ്താദ് വളരെ ശക്തമായി ഇവിടെ തെളിയിച്ചു.